ശബ്ദപരിപാലനത്തിന് വേണ്ടി എന്തെങ്കിലും? ഞാൻ കുറച്ച് അമോണിയം സൾഫേറ്റ് കുറച്ച് വളങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, രാസവളങ്ങളൊക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തണുത്തത് കഴിക്കാതിരിക്കുക, എരിവുള്ളത് കഴിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല? ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ് കിട്ടും ആ സമയത്ത്, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് സംസാരിക്കും. ഇപ്പം എൻ്റെ ശബ്ദത്തിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പം തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ ബിജുമേനോനൊക്കെ ശേഷം അങ്ങനെ ശബ്ദത്തിനോട് ഒരു ആരാധന തോന്നുന്ന യുവനടന്മാരിൽ ഒരാൾ സണ്ണി വെയിനാണെന്നൊക്കെ അറിയുന്നത് ഒരു സുഖമുള്ള അനുമോദനമല്ലേ? ഞാൻ ഫസ്റ്റ് സിനിമ ചെയ്തതിനു ശേഷം തന്നെ എനിക്കത് എന്താ പറയുക, അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സൗണ്ട് നല്ലതാണെന്നറിയാം. അപ്പോൾ അത് മാക്സിമം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. ചില മോഡുലേഷൻസൊക്കെ ഡയറക്ടേഴ്സൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇതിൻ്റെ ടീച്ചറിൽ തന്നെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആ ദിവസത്തിന് ഭയങ്കര എന്തോ ആഴമുള്ള എന്തോ പ്രശ്നമുണ്ട്. അത് കുറേ ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ ഡയറക്ടർ അവർക്ക് ഓക്കെയാണത്. ഈ സിനിമയിൽ ബന്ധമില്ല, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ പ്രധാനമായിട്ട് 3 സിനിമകളിലാണ് സണ്ണിവിൻ്റെ ഒരു ബെസ്റ്റ് വർക്ക് ഇൻ ടേംസ് ഓഫ് വോയിസ് ആക്ടർ എന്നുള്ളത് കണ്ടിട്ടുള്ളത്. ഒന്ന് അന്നയും റസൂലാണ്, ഒന്ന് കണ്ണൂർ സ്ക്വാഡാണ്, ഒന്ന് കണ്ടിട്ടുള്ളത് മറ്റേ ആൻമരിയ കൽപ്പിലുള്ള സമയത്ത് ചില സമയത്ത് സീനില്ലാത്ത സമയത്തും കൂടി വോയിസ് കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് മുതൽ ഏതാ ബെസ്റ്റ് എന്ന സണ്ണിവേൻ സ്വയം തോന്നിയിട്ടുള്ളത്? എനിക്ക് 3 ഇഷ്ടമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. കുഴപ്പിക്കില്ലേന്നൊക്കെ. അന്ന റസൂലും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് നമ്മൾ ഒരു 2 മിനിറ്റ് ഉള്ളുവെങ്കിലും അതും എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ മുന്നിലൊക്കെ ഇരിക്കുന്നൊരു സീക്വൻസ് ഒക്കെ അല്ലേ. അതിനുശേഷം കുറേ എഡിറ്റിൽ ഈ വോയിസ് ഓവർ വന്നു. അത് രണ്ടും സിംഗ് സൗണ്ട് ആയിരുന്നു. അന്ന റസൂലുള്ളതും കണ്ണൂർ സ്ക്വാഡിൽ ചെയ്തതും. ഓക്കെ. പക്ഷെ ഡബ് ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ റെൻഡറിങ്ങിന്. അതിനുശേഷം ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് 1 വർഷമൊക്കെ എന്നൊക്കെ പറയുമ്പോഴേ അതിന്റെ ഫാൻ എഡിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് സണ്ണിയുടെ ഈ ശബ്ദമാണ് അതിന്റെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവർ വരും, കൂട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും എന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ്ലി അതൊരു വലിയ അഡീഷൻ ആണ് ആക്ടർ എന്നുള്ള രീതിയിൽ. പ്ലീസ് ഡു കണ്ടിന്യൂ. ലേഡി ലീഡ് അങ്ങനെ വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ആരാണ് ആഗ്രഹിക്കാത്തത്? സന്തോഷം. അത് ലേഡി ലീഡ് എന്നൊക്കെ പറയുമ്പോ നല്ലൊരു നമുക്ക് അത്ര സ്പേസ് കിട്ടുകയാണല്ലോ. നമുക്ക് അതാണല്ലോ ആൾക്കാര് നമ്മുടെ പെർഫോമൻസ് കാണണം, നല്ലത് പറയണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അഭിനയിച്ചാൽ മതിയല്ലോ. അപ്പൊ അഭിനയിക്കാന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ 4 ആൾക്കാര് അതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര വാലിഡേഷൻ ആണ്. ഐ ഡോണ്ട് നോ ബാക്കിയുള്ള, എനിക്കൊന്ന് മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അത് വരുമോ ഇല്ലയോ, അത് നല്ല രീതിയിൽ അതൊക്കെ എന്താണേലും ആ ദൈവത്തിന്റെ കയ്യിൽ വരുന്ന പോലെ കാണും. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ, ഇപ്പൊ നായകന്റെ ഒരു പ്രസൻസിലും അയാളുടെ ഒരു ആക്ഷൻ സ്പെക്ടക്കിൾ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് വിചാരിക്കും. അപ്പൊ ചിലപ്പോൾ നായികക്ക് ചെയ്യാൻ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക്. പക്ഷെ അതൊരു വലിയ സിനിമയാണ്. അപ്പുറത്ത് ഇപ്പൊ കുറച്ചുകൂടി ചെറിയ സിനിമയിൽ വലിയ പ്രാധാന്യമുള്ള നായികയാണ്. അപ്പൊ ഏതാ തിരഞ്ഞെടുക്കുക? ചെറിയ സിനിമയില് വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റോറി. ഇപ്പൊ വലിയ സിനിമയാണ്, അതിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചവിട്ട് തന്നാലുണ്ടല്ലോ. അത് ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. ബഡ്ജറ്റ് കൊണ്ട് സിനിമ വലുതാവുന്നതാണ്. സിനിമ വലുതാവും, വലിയ സിനിമയാവും എന്നല്ലാതെ വലിയ സിനിമ എങ്ങനെയാണ് വലിയ സിനിമ ഡിഫൈൻ ചെയ്യുന്നതാണ്. കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മള് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കരിയറിന് കുറച്ച് ഗ്രോത്ത് കിട്ടുന്ന എന്തായിരിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്താലും നമുക്ക് കൂടുതൽ ഒരു അപ്രിസിയേഷൻ കിട്ടും. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ബെസ്റ്റ് നമ്മൾ നോക്കും. അതൊക്കെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഒരു ഡിസൈഡ് ചെയ്യും. ചിലപ്പോ അതല്ല, ആ നേരത്തെ മൈൻഡിനനുസരിച്ച് അവരുടെ ഡിസിഷൻ എക്സ്പീരിയൻസ് വൺ പ്ലാനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മാറ്റേഴ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ചിലപ്പോ കുട്ടിയായി കണ്ടവർ മുതിർന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ചോദ്യം തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി അത് എന്നോടുള്ളതാണ്.
അത് സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും ചൈൽഡ് ആർട്ടിസ്റ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു. അത് പ്രേക്ഷകർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് കാണുന്നില്ലല്ലോ എപ്പോഴും കാണുന്നത്, അതുകൊണ്ട് അത് വലുതായി ആരും പറഞ്ഞു. അല്ല ആരും ഇപ്പോഴും അല്ല എന്തില് പഠിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആ ഒരു ഇതിൽ തന്നെ എപ്പോഴും കുട്ടി എന്നുള്ളതാണ്. നല്ലതാണ്, ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കട്ടെ. ശരിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത്? ശരിക്കും CMA കഴിഞ്ഞു, CAയുടെ ഇത് കഴിഞ്ഞു, ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞു, പിന്നെ CA സൈഡിൽ കൂടെ ട്രൈ ചെയ്യുന്നു, ഇപ്പൊ സിനിമ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. മിൻഹ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. മിൻഹ അശോകൻ ചേട്ടൻ്റെ മകളായിട്ടുള്ള ക്യാരക്ടറാണ്, ലുക്കുവിൻ്റെ സിസ്റ്ററായിട്ട്. നല്ല ഒരു കുറച്ച് ക്യാരക്ടറൈസേഷൻസ് ഉള്ള ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജയ ഈ മറ്റേ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആയിരുന്നു, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയ സമയത്ത്. അത് അന്ന് ന്യൂട്രൽ മലയാളം മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു, ഏറെക്കുറെ ഒരു സ്ലാങ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണല്ലേ സ്ലാങ്ങുകളൊക്കെ കുറേ കൂടി വരാൻ തുടങ്ങിയത്. അന്ന് ഉണ്ട്, വളരെ റയർ ആയിട്ട്. എന്നാലും ഏറെക്കുറെ ഒരു ന്യൂട്രൽ മലയാളം അല്ലേ അന്നുണ്ടായിരുന്നത്. തർക്കത്തിൽ ഒരു സ്ലാങ് ഒക്കെ ഇല്ലേ? സ്ലാങ് ഉണ്ട്, സ്ലാങ് അങ്ങനെ പിടിച്ചെന്ന് വെച്ചാൽ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തൃശ്ശൂരിൻ്റെ ഒരു ചായവുണ്ട്, ഡബ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്ലാങ്ങിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ഡയലോഗ്സ് അല്ലേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല സ്ലാങ്ങിനെ. അത് ചെയ്യുമ്പോൾ നൈസായിട്ട് സെറ്റായി പോയിട്ടുണ്ട്. ഇതിലും ഡയലോഗ്സ് ആക്ച്വലി അധികമില്ല, വളരെ ലെങ്തി ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ലാങ് അത്ര ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പെർഫോം ചെയ്യാനുണ്ട്, ഐ മീൻ ഇമോഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ രോമാഞ്ചം ഈ പോലീസ് വില്ലൻ വേഷങ്ങളിൽ നിന്നൊരു സമാധാനമായി തോന്നിയിട്ടുണ്ടോ? പോലീസ് വേഷം കണ്ടണം ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാ ആൾക്കാരും കണ്ടുപോയി. 5-ാം പതിരി അനാർക്കലി അല്ല, ഇതില് ഓസ്ലറിലും പോലീസായിരുന്നു ഇപ്പോഴല്ലേ 4 പടം ഞാൻ പോലീസ് ചെയ്തിട്ടുള്ള. ഓക്കെ, പക്ഷെ കുറേ സിനിമകളിൽ പോലീസായ പോലെ ഒരു വീണ്ടും വീണ്ടും കണ്ടു. അതങ്ങ് മനസ്സിൽ പതിഞ്ഞു. 5-ാം പതിരി അനാർക്കലി, പിന്നെ നമ്മുടെ സിദ്ധുവിന്റെ വർണ്ണത്തിൽ ആശങ്ക, ഇത്രയുള്ള എന്റെ പോലീസ്. മോചനം എന്നൊന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് നമുക്ക് അല്ലേ. നമ്മൾ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുന്നു, ഓരോരോ ബാച്ചിനോടൊപ്പം സഞ്ചരിക്കുന്നു, ഒരു സിനിമയോടൊപ്പം പോകുന്നു, ആ പരിപാടി. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്. എനിക്ക് കിട്ടി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതില് കരിയർ ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ തർക്കങ്ങൾക്കിടയിൽ സമചിത്തതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അടിപൊളിയാ. എന്റെ ലൈഫിൽ എന്നെ ഗുണം ചെയ്ത ക്യാരക്ടർ, നമുക്ക് ക്യാരി ചെയ്യാൻ തോന്നി ഈ കഥാപാത്രത്തെ. നല്ല അടിപൊളിയാണ്, നല്ല ക്യാരക്ടറാണ്. നല്ലൊരു സംഘർഷത്തിന്റെ നടുക്ക് എങ്ങനെ എന്താ പറയാ, അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പൊളൈറ്റായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. വലിയൊരു പ്രശ്നത്തിന്റെ നടുക്ക് മീഡിയേറ്ററെ പോലെ. മീഡിയേറ്ററൊന്നല്ല. പക്ഷെ അതിനുള്ളിൽ അയാൾ ഇങ്ങനെ നിന്ന് പിഴച്ചു പോകുന്ന ഒരു പരിപാടിയുണ്ട്, പൊട്ടാതെ പൊട്ടിക്കുക. അത് ഭയങ്കര രസമായിട്ട് തോന്നും.